നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാനുണ്ടല്ലോ ഒത്തിരി നാൾ കൂടി ബ്ലൗസ് കാണിക്കുന്നുണ്ട്, റെഡിമെയ്ഡ് ബ്ലൗസ്. പിന്നെ ഒരു ടൈപ്പ് ഓഫ് സോഫ്റ്റ് കോട്ടൻ്റെ മൽമൽ കോട്ടൻ്റെ ബ്ലാക്ക് കളർ മാത്രം വരുന്ന നമ്മുടെ ബുട്ടീക്ക് ഐറ്റം ആയിട്ടുള്ള സാരി. അത് ആ ഒരു ടൈപ്പ് സാരി മാത്രം ഒരു കൊച്ചു വീഡിയോ. നമ്മളുടെ സിറ്റുവേഷൻസിനനുസരിച്ച് വീഡിയോ ഒക്കെ ഇപ്പോൾ ചുരുങ്ങിയിട്ടിരിക്കുക. വീഡിയോ ഇതിലൊക്കെ ബൃഹത്തായിട്ട് വരാൻ വേണ്ടിയിട്ടാട്ടോ, എപ്പോഴും പറയണം. ഇത് കണ്ടോ, ഇതാണ് ആദ്യത്തെ സാരി. കണ്ടോ, മൽമൽ കോട്ടൺ ആണ്, അറിയാലോ, നല്ല സോഫ്റ്റാണ്. സോഫ്റ്റ് കോട്ടൺ, മൽമൽ കോട്ടൺ, സോഫ്റ്റ് കോട്ടൺ. ഇങ്ങനെ സിക്സാഗ് ബോഡി, ബ്ലാക്ക്, വൈറ്റ്, മെറൂൺ ഇങ്ങനെ ഒരു സിക്സാഗ് പ്രിൻ്റ് വരുന്നു. മുന്താണി അതിലും സൂപ്പർ, ബോഡിയും സൂപ്പർ, ഭയങ്കരമായിട്ടുള്ള കംഫർട്ടാണ്. മൽമൽ കോട്ടൺ അറിയാലോ, ഉപയോഗിക്കുന്നവർക്കറിയാം. പക്ഷേ ഡ്രൈ വാഷ് ഉള്ളിയാണ്. മിനിമം ഫസ്റ്റ് വാഷെങ്കിലും ഡ്രൈ വാഷ് ചെയ്യണം. അല്ല പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഐഡിയ ഉണ്ട്, ഷാമ്പൂയിലോ സോൾട്ട് വാട്ടറിലോ ഒക്കെ മുക്കി ചെയ്യാമെങ്കിൽ ചെയ്തോ. പക്ഷേ ഇത് പ്രിൻ്റ് ചെയ്ത് വരുന്നത് വേണ്ട, ഡ്രൈ വാഷ് ഉള്ളി എന്ന് പറഞ്ഞാണ്. കളർ ബ്ലീഡിങ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഡ്രൈ വാഷ് ഉള്ളി എന്ന് പറയുന്നത്. കാരണം ഇത് നല്ല ഡീപ്പ് ഡാർക്ക് ഡൈയിങ് ആണ്. അത്രയും ഡാർക്ക് ഡൈയിങ് വരുമ്പം അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി, വേറെ ഒന്നുമില്ല. ഈ ഡ്രൈ വാഷ് എന്ന് പറയുമ്പോൾ വലിയ എന്താ പറയുക, ഹെർക്കുലിയൻ ടാസ്കുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇത്രേ ഉള്ളൂ. മുന്താണിത്. അടുത്തത് ഇത്. ഇനി കാണിക്കുന്ന എല്ലാം ബ്ലാക്കും വൈറ്റും മാത്രമാണ് എന്നാണ് എൻ്റെ ബോധ്യം. ബ്ലാക്കിൻ്റെ വിവിധ ഷെയ്ഡുകൾ. ഒത്തിരി പേർക്ക് ഇത് ഇഷ്ടമുള്ളവരുണ്ട്, ഇത് ഇഷ്ടമില്ലാത്തവർ വളരെ ചുരുക്കമാണ്. കണ്ടോ, ഇവിടോട്ട് വരുമ്പോൾ എടുത്ത് നിൽക്കുന്ന വൈറ്റ് ഷെയ്ഡ്, ഇവിടേക്ക് വരുമ്പോൾ ഡിമ്മായിട്ടുള്ള ഒരു വൈറ്റ് അല്ല, ഒരു ഗ്രേയുടെ ഒരു ഷെയ്ഡാണ് പോകുന്നത് പ്രിൻ്റ്. മുന്താണി ഇങ്ങനെ. ഞാനും നിങ്ങളെ കാണിക്കുമ്പോഴേ ഇത് കാണുന്നത് കേട്ടോ, അത് മടക്കി വെച്ചേ ഞാനും കണ്ടിട്ടുള്ളൂ. ബ്ലൗസ് അതിലും സൂപ്പർ. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ, കയ്യേലി ബോർഡറും ഒക്കെ ആയിട്ട് ആ ബ്ലൗസ് നല്ല ഡീപ്പ് ബ്ലാക്ക് ബ്ലൗസും ഇതുമൊക്കെ ഇട്ടിട്ട് ഒരു വൈറ്റ് മുത്തുമാലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആരാകും? സുന്ദരിക്കുട്ടികളാകും. എന്നാ പാമരനെയും പണ്ഡിതനാക്കും എന്നൊക്കെ പറഞ്ഞ പോലെ ആരെയും സുന്ദരി, ആരെയും പാവ ഗായകനാക്കും. ഇത് വൈറ്റും ബ്ലാക്കും അല്ല, ക്രീമും ബ്ലാക്കും. വൈറ്റ് വേണ്ട എന്ന് തോന്നുന്നവർക്ക് ക്രീം, ബോഡിയിലത്തെ കളറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ. ക്രീം ഷെയ്ഡാ, ഇങ്ങനൊരു ബോർഡർ. എന്നെ സുഖം എന്നറിയത് ശരീരത്ത് കിടക്കുമ്പോൾ. മുന്താണി ഇങ്ങനെ. ബ്ലൗസ് വന്നിട്ട് ബ്ലാക്കല്ല, ബ്ലാക്ക് പ്ലെയിൻ. ഇനി ബ്ലാക്കിൻ്റെ കുഞ്ഞു ഡിസൈൻ വേണമെന്നുള്ളവർക്ക് ഇതെല്ലാം നമ്മുടെ ലിനൻ സാരിക്ക് വരുന്ന ഡിസൈൻസ് എല്ലാം. ഈ ഡിസൈൻസ് കണ്ടിട്ടില്ലേ? ഇതിപ്പോൾ ലിനൻ സാരി എന്ന് പറയുമ്പോൾ നമ്മൾ അത്ര കെയർഫുള്ളായിട്ട് സൂക്ഷിക്കേണ്ട ഒരു സാധനമാണ് കൊണ്ടു നടക്കാനൊക്കെ. ഇത് സൂക്ഷിക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, എന്നാലും അത്രയും ഇല്ല, അതോ ഭംഗി, നല്ലതായിട്ട് അതിനുള്ള ഭംഗി കിട്ടുകയും ചെയ്യും. കണ്ടോ, ബ്ലാക്ക് വൈറ്റ് ഇങ്ങനെ ആ ഗ്രേയുടെ ഒരു ഷെയ്ഡ് എടുത്ത് കുറഞ്ഞു നിൽക്കുന്നു. മുന്താണി വന്നിട്ട് ഇങ്ങനെ. ക്യാമറാമാൻ റോഡിലോട്ട് നോക്കി നിന്ന് കഴിഞ്ഞാൽ റോഡിലുള്ള ചിത്രങ്ങളെ ഇവിടെ കിട്ടുകയുള്ളൂ. ഇവിടെയുള്ള ചിത്രങ്ങൾ റോഡിലായിരിക്കും. ബ്ലൗസ്, മുന്താണി. മൈ ഫേവറിറ്റ്, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. മാംഗോ പ്രിൻ്റ്, സിക്സാഗ് ഒക്കെ നമ്മുടെ ഒരു വീക്ക്നെസ് സാധനങ്ങളാണ്. കണ്ടോ, ബോഡിയിലൊരു മാംഗോ പ്രിൻ്റാണ്. അതിങ്ങനെ എടുത്ത് നിൽക്കുന്നില്ല, പക്ഷെ ഒറ്റ നോട്ടത്തിൽ കാണാം. ഇങ്ങനെ വരുന്ന ഒരു ബോർഡർ. മുന്താണി വന്നിട്ട് ഇങ്ങനെ. എന്നാ രസമല്ലേ ആ മുന്താണിയുടെ പ്രിൻ്റൊക്കെ. തുമ്മാൻ വരുന്നു. ബ്ലൗസ് ഇങ്ങനെ. ബ്ലൗസിന് ബോർഡർ ഇങ്ങനെ വീതിക്കുണ്ട്. അത് നമുക്ക് എത്ര വേണമെങ്കിലും വീതി കുറച്ചാക്കാം. എത്ര നമുക്ക് ഇഷ്ടമുള്ള അത്രയും വീതിയാക്കാം. ഫുൾ വീതിയിൽ വേണമെങ്കിലും വെക്കാം, അല്ലെങ്കിൽ അത് കുറച്ചാക്കണമെങ്കിലും അങ്ങനെയാക്കി ചെയ്താൽ മതി. വേറൊരു പ്രിൻ്റ്, ബോർഡർ ഇങ്ങനെ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഫുള്ള് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. മുന്താണി ഇങ്ങനെ.
ബ്ലൗസ് ഇങ്ങനെ. ഇനി ബ്ലാക്ക് എന്ന് പറയാൻ പറ്റത്തില്ല, ഇതൊരു ഗ്രേ ഷെയ്ഡാണേ. ബ്ലാക്ക് വേണ്ടാത്തവർക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇരിക്കട്ടെ ഒരു ഗ്രേ. ഡിസൈനൊക്കെ അതുമായിട്ട് നല്ല സാമ്യതയുള്ളതാണ്. ഗ്രേയുടെ ഒരു ഷെയ്ഡ്. അതിൽ കൂടെ പോയേക്കുന്ന മെറ്റീരിയൽ എല്ലാം സെയിം തന്നെ, കളറും ഇത് മാത്രം. ഇത് ഇച്ചിരി ഒരു ഡസ്റ്റി ആയിട്ടുള്ള ഒരു നരപ്പ് അങ്ങനെ ഒരു മങ്ങി നിൽക്കുന്ന കേട്ടോ, അങ്ങനത്തെ ഒരു ഗ്രേ ആണ്. അതെൻ്റെ ഒരു സ്റ്റൈലാണ്. പിന്നെ ഇവിടെ വന്നിട്ട് ഇവിടെ ബോഡിയെ കൂടെ പോയിരിക്കുന്നത് ഒരു ഗ്രേയുടെ ഒരു കളറിലുള്ള ഡിസൈൻ. മുന്താണി വന്നിട്ട് ഇങ്ങനെ. പക്ഷെ എന്നാ ഭംഗിയെന്നറിയാം ഇതിനൊക്കെ. അറിയാവുന്നവർക്കറിയാം, അറിയാവുന്നവരേ വാങ്ങിക്കാവുള്ളൂ. അറിയത്തില്ലാത്തവർ വാങ്ങിച്ച അയ്യേ എന്ന് വെക്കരുത്. ഉടുത്ത് കഴിയുമ്പോഴേ ഇതിന് ഭംഗി ശരിക്കും അറിയത്തുള്ളൂ. അല്ലാതെ പടം കണ്ടിട്ട് ഭംഗിയാന്ന് പറയുന്ന പോലെ ഇരിക്കും. അല്ലെങ്കിൽ നമ്മളത് ഉടുത്ത് അതിൻ്റെ ബ്ലൗസും ഒക്കെ ചേർത്ത് ഇട്ട് കഴിയുമ്പോഴേ അതിന് ഭംഗി കിട്ടത്തുള്ളൂ. അല്ലേ ഇത് ചുമ്മാ ഒരു നോർമൽ സാരി നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ഇത് ഒരിക്കൽ വാങ്ങിച്ചതൊക്കെ ഉടുത്ത് 10 പേരുടെ മധ്യത്തിൽ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ആ സാരി തന്നെ വേണം തോന്നും. സത്യം പറയുക. കാരണം ഞാനൊക്കെ ഇതെന്തോരം കാണിക്കുന്നുണ്ട്, എന്തോരം കൊണ്ടുവരുന്നുണ്ട്. ഞങ്ങളുടെ ഷോപ്പിലൊക്കെ എന്തോരം വരുന്നുണ്ട്. അതിന് ഇഷ്ടം പോലെ ആവശ്യക്കാരാണ്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ കൊണ്ടുവരുമോ പിന്നെയും. ഇത് 2 ഇതിലേ കൂടെ ഒരു 6 ആഗ് മങ്ങിപ്പോകുന്നു, ഇതിലേ കൂടെ വൈറ്റ് തെളിഞ്ഞു പോകുന്നു. മുന്താണി വന്നിട്ട് ഇങ്ങനെ. ബ്ലൗസ് ഇങ്ങനെ. അല്ലേ? ഇത്രയേ ഉള്ളൂ ഈ സാരി. എത്ര 10 ഉണ്ടായിരുന്നു, അല്ലേ 9 10 അത്ര ഇതുണ്ട്. ഡിസൈൻസ് ഉണ്ട്. ഇനി ഒത്തിരി കാലമായില്ലേ റെഡിമെയ്ഡ് ബ്ലൗസ് കാണിച്ചിട്ട്. നമുക്ക് ഓണമൊക്കെ വരാൻ പോവുകയാണ്, പാർട്ടികളും ഫംഗ്ഷനുകളും ഒക്കെ വരാൻ പോവുകയാണ്. അപ്പം റെഡിമെയ്ഡ് ബ്ലൗസുകൾ സത്യം പറയാൻ ഒത്തിരി പേര് ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. ചോദിച്ച് മടുത്തിട്ടായിരുന്നു തോന്നുന്നു, നിർത്തിയിട്ടുണ്ട് ഒത്തിരി പേര്. ഞാൻ ബ്ലൗസ് നേരമില്ലാത്തതുകൊണ്ടാണ്, ബ്ലൗസിനും കൂടെ അതുകൊണ്ടാണ് ഇപ്പോൾ കാണിക്കാത്തത്. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ ഞാൻ കാണിക്കുക. ഞാൻ പറയാറുണ്ടല്ലോ, അല്ലെങ്കിൽ നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കുമല്ലോ, ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡി ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന, മാർക്കറ്റിൽ കൂടുതലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കളറാണ് ഗോൾഡും വൈറ്റും ഓഫ് വൈറ്റും ഒക്കെയാണ് ഫംഗ്ഷനുകൾക്ക് എല്ലാം ആൾക്കാർ ചൂസ് ചെയ്യുന്ന അങ്ങനെ ഒരു കളർ. അപ്പോൾ ആ കളറുള്ള ബ്ലൗസാണ് ഇപ്പം ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി. ഫംഗ്ഷൻ വെയർ, പക്ക ഫംഗ്ഷൻ വെയർ ബ്ലൗസാണ്. നിങ്ങൾക്ക് ഓണമൊക്കെ വരുമ്പോൾ കേരള സാരിക്ക് വേണമെങ്കിൽ നല്ല ക്ലാസ് ആയിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് പ്ലെയിൻ സാരിക്കോ സിൽവർ കളറോ അങ്ങനെ ഏതിന് വേണമെങ്കിലും കൊടുക്കാം. ഇതിൻ്റെ കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞുതരാം. ആദ്യം അത് കേട്ടിട്ടേ ബ്ലൗസ് വാങ്ങിക്കാൻ നിൽക്കാവുള്ളൂ. ഇത് 42, ഇത് ഫ്രീ സൈസാണ്. ബ്ലൗസ് ഫ്രീ സൈസ് എന്നാണ് പറയുന്നത്. അതല്ലാതെ 40, 42, 44 അങ്ങനെ പറഞ്ഞല്ല വരുന്നത്. ഒരു 42 സൈസ് വരെ ഉള്ളവർക്കും ഇത്, അതായത് 42 സൈസ് വരെ ബ്രാ സൈസ് ഉള്ളവർക്ക് ഇത് ഉപയോഗിക്കാം. പക്ഷേ ചിലരുടെ കൈക്ക് വണ്ണം കൂടുതലായിരിക്കും, ചിലർക്ക് ചെസ്റ്റ് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നതായിരിക്കും, ചിലർക്ക് ഇങ്ങനെ ഇടിഞ്ഞതായിരിക്കും. അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവാം. എനിക്കത് അങ്ങനെയുള്ളവരുടെ കാര്യം അവനവനെ അറിയത്തുള്ളൂ, നമുക്കറിയത്തില്ല. നമ്മൾ പറഞ്ഞു തരുന്നത് ഇത് ഫ്രീ സൈസാണ്, 42 സൈസ് വരെയുള്ള ഉപയോഗിക്കാം. ഇത് പിന്നെ വേറൊരു കാര്യം, ഇത് വാങ്ങിച്ച അന്നേരം ഇപ്പം 42 സൈസ് അല്ലേ, എൻ്റെ 42 സൈസ് 36, 38, 40, 42 ഈ സൈസിലുള്ള ആർക്ക് വേണം 32, ഏത് 40-ന് താഴേക്ക് പുറകിലേക്ക് ഏത് സൈസ് ഉള്ളവർക്കും ഇത് ഉപയോഗിക്കാം. ഓൾട്രേഷൻ ചെയ്യണം. ഓൾട്രേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഈ ഇവിടം തൊട്ട് ഇവിടം വരെ അടിച്ചു കൊടുക്കുക. നമ്മുടെ ചെസ്റ്റ് സൈസിനനുസരിച്ച് ഇവിടുത്തെ വണ്ണം എടുക്കുക, അങ്ങനെ അടിച്ചു കൊടുക്കുക, അടിച്ചു കൊടുക്കുക. ഇത് കണ്ടോ, ഇത്രയും ബാലൻസ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇത് 1 ഇഞ്ചില്ലേ, ഇത്രയും 1 2 ഇഞ്ച്, 2 2 4 ഇഞ്ച് നമുക്ക് ഇവിടെ വണ്ണം കൂട്ടാം. അപ്പോൾ ഇതാണ് ഇനി അതിൻ്റെ വർക്ക് ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ, ഫ്രണ്ട് ഓപ്പൺ ആണ്. ബാക്കിലത്തെ ഇത് ഇങ്ങനെ ഒരു സൈസ് ഓവൽ ഷേപ്പ് പോലുള്ള ഒരു സൈസ് ഷേപ്പ് വരുന്ന ബാക്ക് നെക്കാണ്. ബാക്ക് നെക്ക് കണ്ടമാനം ഇറങ്ങിയിട്ടുണ്ട്, ഒന്നുമില്ല, അതൊന്നും ആരും പേടിക്കണ്ട. നോർമലാണ് എല്ലാം, ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും എല്ലാം നോർമലാണ്. കൈയും അതെ, കൈക്കും വണ്ണം കൂട്ടിയാൽ മതി, കൂടുതലുള്ളവർക്ക് വണ്ണം കൂട്ടിയാൽ മതി. പിന്നെ ഈ ബ്ലൗസിന് റിട്ടേൺ ഇല്ല, എക്സ്ചേഞ്ച് ഇല്ല, റീഫണ്ട് ഇല്ല, ഒന്നുമില്ല. ബ്ലൗസിന് ഞാൻ പണ്ടേ എങ്ങനെയാണ്, നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, ബ്ലൗസ് മേടിച്ചിട്ടുള്ളവർക്ക് ധാരാളം നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് ഇതിന് ചെയ്തിരിക്കുന്നത്. ഈ വിലയ്ക്ക് സിൽക്കി ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്, നമ്മുടെ സ്ലബ് സിൽക്കൊന്നുമല്ല, അതിലും കൂടിയ സിൽക്കി ആയിട്ടുള്ള മെറ്റീരിയലാണ്. നല്ല ഹെവി എംബ്രോയ്ഡറിയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സംഭവം, ഈ സാധനം വള്ളി തൂങ്ങിക്കിടക്കുന്ന ഇഷ്ടമില്ലെങ്കിൽ അതങ്ങ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി, ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഫ്രണ്ട് ഓപ്പൺ ആണ്. പിന്നെ പാഡഡ് ആണ്. പാഡിന് നിങ്ങൾക്ക് ആവശ്യമില്ല, പാടുള്ളത് ഇഷ്ടമില്ല, അങ്ങനെ ഇടുകല്ലാത്ത ധാരാളം ആൾക്കാരുണ്ട്, ഒന്നുമില്ല. നമ്മളിവിടെ അഴിക്കുന്ന കൂട്ടത്തിലെ പാടങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി.
ഇവിടെ ഇങ്ങനെ ടക്കിട്ടാണ് ചെയ്തിരിക്കുന്നത്, കണ്ടോ? പ്രിൻസസ് കട്ടല്ല, ഇവിടെ ഇങ്ങനെ ടക്കിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഈ ബ്ലൗസിനെ പറ്റി പറയാനുള്ള. ഈ സൈസ് കളർ ബ്ലൗസ് തന്നെയാണ് എല്ലാം ഉള്ളത്. ഇതിൻ്റെ ഡിസൈൻസ് വർക്ക് അതിൽ വ്യത്യാസപ്പെട്ടു. എല്ലാം മനസ്സിലായില്ലേ? ഇല്ല ഉവ്വല്ലോ, എല്ലാം കേട്ടിട്ടേ ബ്ലൗസ് എടുക്കാവുള്ളൂ. ഇനി ബ്ലൗസ് എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ബാക്കിലേക്ക് പോയിട്ട് പറഞ്ഞ എല്ലാം ഒന്ന് കേട്ടിട്ടേ എടുക്കാവുള്ളൂ കേട്ടോ. അല്ലാതെ ചാടി എടുക്കരുത്. കാരണം ഇന്ന് റിട്ടേൺ ഇല്ല, എക്സ്ചേഞ്ച് ഇല്ല, ക്യാൻസലേഷൻ ഇല്ല, റീഫണ്ട് ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ എടുക്കുക. ഞങ്ങൾ ബ്ലൗസ് കാണിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ആയിരക്കണക്കിന് ബ്ലൗസ് സെയിലായിട്ടുണ്ട്. അതുപോലെ ബ്ലൗസിന് ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പം കുറച്ച് ദിവസമായിട്ട് സമയത്തിൻ്റെ അപര്യാപ്തത മൂലം ഞാൻ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇതൊന്നും ഇല്ലാതിരുന്നിട്ടും അത്രയും പേര് വാങ്ങിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും ചോദിക്കുന്നവരും ഉണ്ട്. ഈ ബ്ലൗസിൻ്റെ വർക്ക് എന്ന് പറയുന്നത് അതിൽ ഒരു സിൽവർ ഉണ്ടായിരുന്നു, ഇവിടുത്തെ സിൽവർ ഇല്ല, പിന്നെ ഗോൾഡ്. നല്ല ഫങ്ഷൻ വെയർ ആട്ടോ. നല്ല ഗോൾഡൻ കളറുള്ള ഒരു സാരിയൊക്കെ അങ്ങോട്ട് പ്ലെയിനൊക്കെ മേടിക്കുവാണെങ്കിൽ നല്ല ഇതാണ്. ബാക്കിലത്തെ വർക്കിനൊക്കെ ഇങ്ങനെ. പിന്നെ ഇതിലെല്ലാത്തിലും ഉപരി നമ്മളുടെ കേരള സാരിക്ക് 100% ആപ്റ്റാണ്. ഇതുണ്ടോ, നല്ല കോട്ടൺ ലൈനിങ് ഒക്കെ ഇട്ടാണ് ചെയ്തിരിക്കുന്നത്. അടുത്ത ഡിസൈൻ 4 ഡിസൈനാണ് ഉള്ളത്. ഇതേ അടുത്ത ഡിസൈൻ എന്ന് പറയുന്നത് ഇത് എൽബോർഡ് അത്രയും വരുന്ന ഇതാണ്. ഇത് ഫുള്ള് ഇങ്ങനെ തന്നെ. നെക്കയിൽ ഇങ്ങനെ ഒരു വർക്കുണ്ട്, നെക്കയിൽ ഇങ്ങനെ ഒരു വർക്ക് പോകുന്നുണ്ട്. ചെറിയൊരു സീക്വൻസ് വർക്കും കാര്യങ്ങളും. ഇത് ഒരു കാരണവശാലും എക്സ്ചേഞ്ച് റിട്ടേണും ഇല്ല. ആവശ്യമുള്ളവർ മാത്രം വാങ്ങിച്ചാൽ മതി. അയ്യോ എനിക്കത് അങ്ങനെയായി ഇങ്ങനെയായി എന്ന് പറഞ്ഞ് പരീക്ഷണാർത്ഥം വാങ്ങിച്ചോ. ചിലർ പരീക്ഷണാർത്ഥം വാങ്ങിക്കും, എന്നിട്ട് നമ്മളോട് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. കാരണം നിങ്ങളുടെ ബോഡിയുടെ ഷേപ്പ് നിങ്ങൾക്ക് അറിയത്തുള്ളൂ. ഇതിന് അത്യാവശ്യമല്ല, നല്ല രീതിക്ക് ഒരു 4 ഇഞ്ചോളം വണ്ണം കൂട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. 4 ഇഞ്ച് ഇല്ലെങ്കിൽ കൂട്ടിക്കോ. 3 ഇഞ്ച് എന്നാണെങ്കിലും ഉണ്ട് വണ്ണം കൂട്ടാനുള്ള. 4 ഇഞ്ചുണ്ട്. ഞാൻ 3 പറയുക. ചിലർ അത് അളന്ന് നോക്കിയിട്ട് ചിലപ്പോൾ നമ്മളോട് വഴക്കുണ്ടാക്കാൻ വരും. ഞാനിത് അളന്ന് നോക്കിയിട്ടല്ല പറയുന്നത്. അടുത്ത ഡിസൈൻ ഇതാണേ. അപ്പം അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയരുത്. എന്നാ പറയുന്നത്, ഒരു ഇത് വെച്ച് നിങ്ങൾ വാങ്ങിച്ച് നോക്കിക്കോ. പക്ഷേ 100 പേര് വാങ്ങിക്കുമ്പോൾ 98 പേരും സാറ്റിസ്ഫൈഡ് ആണെന്നുള്ളതാണ് എൻ്റെ കോൺഫിഡൻസ്. അതുകൊണ്ടാണ് പിന്നെയും ബ്ലൗസ് കാണിക്കുന്നത്. 100 പേര് വാങ്ങിച്ച് 98, 2 പേരെങ്കിലും. എനിക്ക് ബ്ലൗസിന് ചിലരൊക്കെ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുള്ളൂ, അയ്യോ എനിക്ക് അവിടെ ഇങ്ങനെ. അതിന് വെച്ചാൽ അവരുടെ ബോഡിയുടെ പ്രശ്നമാണത്. ബ്ലൗസ് ഈ സ്റ്റാൻഡേർഡ് സൈസിലാണ് തയ്ക്കുന്നത്. അതായത് 10 പേരെ എടുത്താൽ 8 പേരുടെ സൈസ് എങ്ങനെ ആയിരിക്കും, അങ്ങനെയാണ് തയ്ക്കുന്നത്. പക്ഷേ ചിലരുടെ ബോഡിക്ക്, ചിലർക്ക് ഇവിടത്തിനൊക്കെ ഈ നല്ല ഫാറ്റി ആയിട്ടൊക്കെ കിടക്കുമ്പോൾ അതൊക്കെ ശരിയാകും. കാരണം നമ്മൾ ബ്ലൗസ് തയ്ക്കുന്ന പോലെ അത് ഓൾട്ടർ ചെയ്ത് എടുത്താൽ മതി. ഓൾട്ടർ ചെയ്യണം കേട്ടോ. വേറെ ഒരു ചേച്ചി ഒരിക്കൽ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുന്നു, അയ്യോ എനിക്ക് ഓൾട്ടർ ചെയ്യാനൊന്നും പോകാനൊന്നും നേരമില്ല, ഇതെനിക്ക് പാകമല്ല. ഞാനൊരു 10,000 പ്രാവശ്യം പറഞ്ഞു ഓൾട്ടർ ചെയ്യുന്ന കാര്യം. പക്ഷേ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പക്ഷേ ഓൾട്ടർ ചെയ്യുന്ന അവിടെ ഓൾട്ടർ ചെയ്യുന്നത് ചെയ്യാതെ മനസ്സില്ലെങ്കിൽ അത് നമുക്ക് കൃത്യം പാകത്തിലല്ലല്ലോ ബ്ലൗസ്. ചിലർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അളവെടുത്ത് തയ്ച്ച ബ്ലൗസിനെ കഴിഞ്ഞും എനിക്ക് കൃത്യമാണെന്നും പറഞ്ഞിട്ടുള്ള ധാരാളം ആൾക്കാർ. ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞ നുണ പറയുന്നതല്ല, സത്യമായിട്ട് പറയുന്നു. എത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിൽക്കുന്നവർ അസ്വസ്ഥതയും ഭയങ്കര എന്നാ പറയുന്നത്, അയ്യോ ചത്തേന്നുള്ള രീതിക്കാണ് നിൽക്കുന്നത്. കാരണം വീഡിയോ പലതാണ് എടുക്കുന്നതേ. ഒരു ദിവസം വീഡിയോ കിട്ടുമ്പോൾ അത്രയും കുറേ എണ്ണം വീഡിയോ എടുക്കാനേ നമ്മളെ കൊണ്ട് നടക്കത്തുള്ളൂ. ഇനിയിപ്പോൾ അങ്ങോട്ട് നേരവേ ഇല്ലാതായി പോയോണ്ടാണേ. അപ്പോൾ ഇവരുടെ അസ്വസ്ഥത കാണുമ്പോൾ നമ്മുടെ മുന്നേ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന കാണുമ്പോഴേ കാര്യം അടുത്തിട്ടൊക്കെ ആയിരിക്കാം, ശരിയാ, നമ്മുടെ മൂടേ പോവും. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. താങ്ക് യു.